Today, let's do some more problems from the topic trigonometric equation. First problem, solve sin 2x minus sin 4x plus sin 6x is equal to 0. Sin 2x minus sin 4x plus sin 6x is equal to 0. ഈ ട്രിഗണോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനായി ആദ്യം ഈ ഇക്വേഷനെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അതിന് നാം സി ഡി ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. സി ഡി ഫോർമുല ഉപയോഗിക്കാനായി ഈ എക്സ്പ്രഷനെ പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2x പ്ലസ് 6x 8x ബൈ 2 4x വരുന്നത് കാരണം ഒന്നാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലാണ് പെയർ ചെയ്യേണ്ടത്. Therefore, sin 2x plus sin 6x minus sin 4x is equal to 0. ആദ്യത്തെ രണ്ട് ടേംസിനാണ് നമ്മൾ സി ഡി ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. Now, sin c plus sin d is equal to 2 sin c plus d by 2 cos c minus d by 2. sin 2x plus 6x, c യുടെ സ്ഥാനത്ത് 2xും d യുടെ സ്ഥാനത്ത് 6xുമാണ്. Therefore, 2 sin c plus d by 2 cos c minus d by 2 minus sin 4x is equal to 0. Sin 2x plus sin 6x is 2 sin c plus d by 2 cos c minus d by 2. Simplify 2 sin 2x plus 6x 8x. 8x by 2 is 4x into cos 2x minus 6x minus 4x by 2 is minus 2x minus sin 4x is equal to 0. Now, sin 4x is common. Sin 4x common ആയിട്ട് എടുക്കുമ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് sin 4x എടുത്താൽ 2 cos minus 2x. And we know that cos minus x is cos x. Cos minus x cos x ആയതുകൊണ്ട് cos minus 2x is cos 2x എന്ന് എഴുതാം. Therefore, 2 cos 2x minus ഈ ടേമിൽ നിന്ന് sin 4x എടുത്താൽ പിന്നെ 1 മാത്രമേ ഉള്ളൂ. 1 is equal to 0. ഇപ്പോൾ നമ്മൾ ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. sin 4x into 2 cos 2x minus 1 is equal to 0. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സി ഡി ഫോർമുല അപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇത് നാം കഴിഞ്ഞ ഒരു സെക്ഷനിൽ ചെയ്ത് പഠിച്ച ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ഐദർ ഓഫ് ദ ടേംസ് ഈസ് 0. Therefore, sin 4x is equal to 0 or 2 cos 2x minus 1 is equal to 0. രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം എങ്കിലും 0 ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആദ്യം sin 4x is equal to 0യെ സോൾവ് ചെയ്യുന്നു. sin x is equal to 0 ആണെങ്കിൽ x is equal to n pi n element of z. ഇതാണ് നമ്മൾ സൊല്യൂഷൻ പഠിച്ചിരിക്കുന്നത്. sin x is equal to 0 ആണെങ്കിൽ x is equal to n pi. Here sin 4x is equal to 0. Therefore, 4x is equal to n pi. x is equal to n pi divided by 4 n element of z. ഇനിയും അടുത്തത് 2 cos 2x minus 1 is equal to 0 ആണ്. അതിനെ സോൾവ് ചെയ്യാം. 2 cos 2x minus 1 is equal to 0. Therefore, 2 cos 2x is equal to 1. Cos 2x is equal to 1 by 2. ഇത് cos x is equal to cos alpha ഫോം ആണ്. cos x is equal to cos alpha. അതിന്റെ ഫോർമുല നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. cos x is equal to cos alpha implies x is equal to 2n pi plus or minus alpha. ഇവിടെ cos 2x is equal to cos alpha ആണ്. Therefore, 2x is equal to 2n pi പ്ലസ് ഓർ മൈനസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അതിനു വേണ്ടി നമ്മൾ ASTC നോക്കുന്നു.
കോസ് എക്സ് പോസിറ്റീവ് ആണ്, ഫസ്റ്റിലും ഫോർത്തിലും വരും. ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ എടുക്കുക. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 1/2 വരുന്നത് π/3 2n pi plus or minus π/3 എന്ന് വരും. Therefore x is equal to 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2n പൈയെ ഡിവൈഡ് ചെയ്യുമ്പോൾ n പൈ പ്ലസ് ഓർ മൈനസ് π/3 ഡിവൈഡ് ചെയ്യുമ്പോൾ π/3/2 π/6 എന്ന് വരും. n element of z. Therefore the solution is x is equal to n pi/4 or x is equal to n pi plus or minus π/6 n element of z. തന്നിരിക്കുന്ന ഇക്വേഷനെ പ്രോഡക്റ്റ് ആക്കിയപ്പോൾ രണ്ട് സെപ്പറേറ്റ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് കിട്ടി. രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം. സോൾവ് sin 2x പ്ലസ് cos x is equal to 0. ഇവിടെ sin 2x plus cos x is equal to 0. ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് sin 2xന്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. നൗ sin 2x ഈസ് 2 sin x cos x. Sin 2x is equal to 2 sin x into cos x. Therefore, 2 sin x cos x plus cos x is equal to 0 എന്ന് വരും. Sin 2x is 2 sin x cos x plus cos x is equal to 0. Cos x കോമൺ ആയിട്ട് എടുക്കുക. cos x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2 sin x. ഫസ്റ്റ് ടേമിൽ നിന്നും cos x എടുത്താൽ 2 sin x. സെക്കൻഡ് ടേം cos x മാത്രമാണ്. കോമൺ എടുക്കുമ്പോൾ +1 എന്ന് കിട്ടും. Therefore cos x into 2 sin x plus 1 is equal to 0. രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. പ്രോഡക്റ്റ് is equal to 0 means each term is either of the terms is 0. Therefore cos x is equal to 0 or 2 sin x plus 1 is equal to 0. ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. cos x is equal to 0 ആണെങ്കിൽ x is equal to 2n plus 1 π/2 n element of z. x is equal to 2n plus 1 π/2 n element of z. ഇനി 2 sin x plus 1 is equal to 0. Therefore 2 sin x is equal to minus 1. 2 sin x is equal to minus 1. Sin x is equal to minus 1/2. 2 sin x is equal to minus 1. Sin x is equal to minus 1/2. ഇത് sin x is equal to sin alpha എന്ന ഫോമാണ്. sin x is equal to sin alpha. x is equal to n pi plus minus 1 raised to alpha. ഇനിയും ആൽഫ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ASTC നോക്കുമ്പോൾ സൈൻ നെഗറ്റീവ് വരുന്നത് തേർഡിലും ഫോർത്തിലുമാണ്. തേർഡ് എടുക്കാം. തേർഡ് ആൽഫ ഇസ് ഈക്വൽ ടു തേർഡ് ക്വാഡ്രന്റിലെ പൈ പ്ലസ് sin x 1/2 വരുന്നത് π/6. പോസിറ്റീവ് ആകുമ്പോൾ വരുന്ന അക്യൂട്ട് ആംഗിൾ π/6. ഇത് ക്രോസ് ചെയ്യുക. 6π plus π/6 that is 7π/6. കാൽക്കുലേഷൻസ് വീണ്ടും പ്ലേ ചെയ്ത് കാണുക. Therefore x is equal to, ഇവിടെ x തന്നെയാണ്, x is equal to n pi plus minus 1 raised to n 7π/6 n element of z. Therefore the solution is x is equal to 2n plus 1 π/2 or x is equal to n pi plus minus 1 raised to n 7π/6 n element of z. Third problem. Solve 2 cos squared x plus 3 sin x is equal to 0. 2 cos squared x plus 3 sin x is equal to 0. ഇവിടെ നാം cos squared xനെയും കൂടെ സൈനിലേക്ക് മാറ്റുന്നു. cos squared x is equal to 1 minus sin squared x. Therefore 2 into 1 minus sin squared x plus 3 sin x is equal to 0. 2 തൊട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 minus 2 sin squared x plus 3 sin x is equal to 0.
2 into 1, 2. 2 into minus sin squared x minus 2 sin squared x plus 3 sin x is equal to 0. Therefore, minus 2 sin squared x plus 3 sin x plus 2 is equal to 0. അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ സൈൻ എക്സ് ആണ്. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണ്. എക്സ് സ്ക്വയർ വരുമ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ്, എക്സ് വരുമ്പോൾ സൈൻ എക്സ്. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എ എന്ന് പറയുന്നത് ഇവിടെ -2, ബി എന്ന് പറയുന്നത് 3, സി എന്ന് പറയുന്നത് 2, എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ്. ദെയർഫോർ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -b -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു -2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു -2 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താണ്. a -2 b 3 c 2. ദിസ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 16 ബൈ -4. This is equal to -3 plus or minus root of 25 5 by -4 is equal to -3 plus 5 by -4. -3 plus 5 is 2 by -4 -3 -5 -8 by -4. 2 by -4 -8 by -4 that is -1/2 2 എന്ന് വരും. ഇനി സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉമാണ്. സൈൻ എക്സിൻ്റെ വാല്യൂസ് -1നും +1നും ഇടയ്ക്കായിരിക്കും വരിക. മാക്സിമം വാല്യൂ +1, മിനിമം വാല്യൂ -1. അതായത് സൈൻ എക്സ് 1ൽ കൂടാനും പാടില്ല, -1ൽ കുറയാനും പാടില്ല. Therefore, sin x is equal to 2 is not possible. Therefore, sin x is equal to -1/2. തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ sin x is equal to -1/2 എന്ന് കിട്ടി. ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. sin x is equal to sin alpha എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ x is equal to n pi plus -1/n ആൽഫയാണ്. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു, ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ. ASTC നോക്കുമ്പോൾ സൈൻ നെഗറ്റീവ് വരുന്നത് തേർഡിലും ഫോർത്തിലും, ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ തേർഡിലാണ്. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ പൈ പ്ലസ്, തേർഡിലെ കണ്ടുപിടിക്കുന്നത് പൈ പ്ലസ് സൈൻ എക്സ് പോസിറ്റീവ് 1/2 ആകുന്ന അക്യൂട്ട് ആംഗിൾ π/6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7π/6 എന്ന് വരും. Therefore, the solution is x is equal to n pi plus -1/n 7π/6 n element of z. Fourth problem, solve sec squared 2x is equal to 1 minus tan 2x. sec squared 2x is equal to 1 minus tan 2x. ഇവിടെ നമ്മൾ സീക്കിനെയും കൂടെ ടാനിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. sec squared x is equal to 1 plus tan squared x. ഇവിടെ sec square 2x ആണ്. sec square 2x is 1 plus tan square 2x is equal to 1 minus tan 2x. 1ഉം 1ഉം കട്ടാവും. ടാൻ സ്ക്വയർ 2x മൈനസ് ടാൻ എക്സ് ലെഫ്റ്റ് വരുമ്പോൾ പ്ലസ് ടാൻ 2x ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. sec square 2xനെ 1 plus tan square 2x എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്തു. നൗ ടാൻ 2x ഈസ് കോമൺ. ഫസ്റ്റ് ടേം ടാൻ സ്ക്വയർ 2x ആണ്. ടാൻ 2x എടുത്താൽ അടുത്ത ടാൻ 2x വരും. +1 is equal to 0. വീണ്ടും പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. Therefore,
tan 2x is equal to 0 or tan 2x plus 1 is equal to 0 എന്ന് വരും. tan 2x is equal to 0 or tan 2x plus 1 is equal to 0. Tan 2x is equal to 0. Tan x is equal to 0 implies x is equal to n pi n element of z. Here tan 2x is 0. Therefore, 2x is equal to n pi n element of z. X is equal to n pi by 2 n element of z. Now, tan 2x plus 1 is equal to 0. Tan 2x is equal to minus 1. ഇത് tan x is equal to tan alpha form ആണ്. tan x is equal to tan alpha implies x is equal to n pi plus alpha n element of z. ഇവിടെ tan 2x ആയതുകൊണ്ട് 2x is equal to n pi plus alpha n element of z എന്ന് വരും. Now alpha is the first principal value. ASTC നോക്കുന്നു. tan 2x is minus 1. tan x നെഗറ്റീവ് വരുന്നത് സെക്കൻഡിലും ഫോർത്തിലും. tan x പോസിറ്റീവ് ഫസ്റ്റിലും സെക്കൻഡിലും, നെഗറ്റീവ് സെക്കൻഡിലും ഫോർത്തിലും. അപ്പോൾ സെക്കൻഡിലെ വാല്യൂ ആണ് നമ്മളിവിടെ ആൽഫ ആയിട്ട് എടുക്കുന്നത്. Now സെക്കൻഡിലെ വാല്യൂ ആൽഫ is equal to pi minus tan x 1 വരുന്ന അക്യൂട്ട് ആംഗിൾ ആണ് നമ്മൾ എടുക്കുക പൈ ബൈ 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 by 4 എന്ന് കിട്ടും. Therefore 2x is equal to n pi plus 3 by 4 n element of z. x കിട്ടാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Therefore n pi by 2 plus 3 by 4 by 4, 3 by 8 n element of z. The solution is x is equal to n pi by 2 or n pi by 2 plus 3 by 8 n element of z.